ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഫിലേമോൻ എഴുതിയ ലേഖനത്തിൻ്റെ 15-ാം വാക്യം നമുക്ക് ആദ്യം വായിക്കാം. 15-16 വാക്യങ്ങൾ ആദ്യം വായിക്കാം. അവൻ അല്പകാലം വേർവിട്ടു പോയത് അവനെ സദാകാലത്തേക്കും നിനക്ക് ലഭിക്കേണ്ടതിനായിരിക്കും. അവൻ ഇനി ദാസനല്ല, ദാസന് മീതെ പ്രിയ സഹോദരൻ തന്നെ. അവൻ വിശേഷാൽ എനിക്ക് പ്രിയൻ എങ്കിൽ നിനക്ക് ജഡസംബന്ധമായും കർത്തൃസംബന്ധമായും എത്ര അധികം. ദൈവത്തിന് സ്തോത്രം. അല്പകാലം അവൻ വേർവിട്ട് പോയി, ഒരു ചുരുങ്ങിയ കാലം മാത്രം. എന്നാൽ സദാകാലത്തേക്കും ലഭിക്കുന്നതിന് വേണ്ടിയാണത്. അല്പകാലം വേർവിട്ട് പോയത്. ഫിലേമോൻ ഒരു ധനികനായ ക്രിസ്ത്യാനിയായിരുന്നു. ആദിമസഭയിലെ ഒരു ധനാഢ്യനായ വിശ്വാസിയായിരുന്നു, സമ്പന്നനായിരുന്നു. അനേക അടിമകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അക്കാലത്ത് അടിമ വ്യവസായം ഉണ്ടായിരുന്നു, അനേക അടിമകളുണ്ടായിരുന്നു. ആ അടിമകളിൽ ഒരു യൗവനക്കാരൻ, അവൻ്റെ പേര് ഒനേസിമോസ് എന്നാണ്. ഒനേസിമോസ്. ഈ ഒനേസിമോസ് എന്ന ആ യുവാവ് അടിമയാണ്. അവന് സ്വന്തമായൊരു കാര്യം ചിന്തിക്കാൻ അവകാശമില്ല, സ്വന്തമായൊരു അഭിപ്രായം പറയാനും അവകാശമില്ല. അവനോട് പറയുന്നത് അനുസരിക്കുക എന്ന് മാത്രമേ അവന് ചെയ്യാൻ പറ്റുകയുള്ളൂ. മറ്റൊന്നിനും അവന് സ്വാതന്ത്ര്യമില്ല. അടിമയെ കൊല്ലാൻ പോലും യജമാനന് അവകാശമുണ്ട്. നാം ഇന്ന് കന്നുകാലിയെ ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നത് പോലെ മനുഷ്യനെ കൊണ്ടുപോയി വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ചന്തകളുണ്ടായിരുന്നു, മനുഷ്യ ചന്തകൾ. അങ്ങനെയുള്ളൊരു മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച ഒരു അടിമയായിരുന്നു ഒനേസിമോസ്. ഈ ഒനേസിമോസ് അതുകൊണ്ട് അവന് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. അവൻ യജമാനൊരു ക്രിസ്ത്യാനിയായി, ഫിലേമോൻ എന്ന യജമാനൻ ഒരു ക്രിസ്ത്യാനിയായി തീർന്നുകൊണ്ട് കുറച്ച് ലീനിയൻ്റായിരുന്നു, ഒരു അയവുള്ള മനുഷ്യനായിരുന്നു, സ്നേഹമുള്ള മനുഷ്യനായിരുന്നു. അടിമകളോടൊന്നും ക്രൂരമായി പെരുമാറിയില്ലായിരുന്നു. കാരണം ക്രിസ്ത്യാനി ആയതുകൊണ്ട്, ക്രിസ്തുവിനെ പേടിയുള്ളതുകൊണ്ട്, ക്രിസ്തുവിനെ സ്നേഹിക്കുന്നതുകൊണ്ട്, ദൈവഭയം ഉള്ളിൽ ഉണ്ടായിരുന്നുകൊണ്ട് ഒരിക്കലും ഈ യജമാനൻ ഫിലേമോൻ അടിമകൾക്ക് എതിരായിരുന്നില്ല. അവർ പരമാവധി സഹായിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഫിലേമോൻ്റെ ഈ സ്നേഹവും ആർദ്രതയുമുള്ള ആ പെരുമാറ്റം കൊണ്ട് ഒനേസിമോസ് അത് മുതലെടുത്തു. അവൻ്റെ യജമാനായ ഫിലേമോൻ ഒരു സൗമ്യനും സൽഗുണസമ്പന്നനും ആയതുകൊണ്ട് അത് മുതലെടുത്തുകൊണ്ട് ആ ചെറുപ്പക്കാരൻ തരം കിട്ടിയപ്പോൾ അവിടെ നിന്ന് കുറേ പൈസയും മോഷ്ടിച്ചുകൊണ്ട് അവൻ ഒളിച്ചോടിപ്പോയി. ഇവൻ ഓടിപ്പോയി അവൻ റോമിലെത്തി. റോം അന്ന് എല്ലാ നഗരങ്ങളുടെയും ഒരു ഏറ്റവും മികച്ച നഗരം എന്ന് പറയുന്നതായ റോമ നഗരത്തിൽ അവനെത്തി. ഇറ്റലിയിൽ റോം അന്ന് എല്ലാ വിധത്തിലും സമ്പൽ സമൃദ്ധവും പരിഷ്കാര സമൃദ്ധവുമായിരുന്നു. ഇവൻ അവിടെ പോയി റോമിൽ ചെന്ന് ജീവിച്ചു. അവൻ അവിടെ ഏതോ ഒരു കേസിൽ അവൻ പെടേണ്ടി വന്നു. അവൻ്റെ സ്വഭാവം മോഷണമാണല്ലോ. കാരാഗ്രഹത്തിൽ അവൻ ചെന്നപ്പോൾ ആ കാരാഗ്രഹത്തിൽ വേറെ നടപടി ഉണ്ടായിരുന്നു. അതാണ് പൗലോസ്ലീഹ. എന്തൊരു അത്ഭുതകരമായ കാര്യമാണത്. യാദൃശ്യം എന്നൊക്കെ തോന്നാം, യാദൃശ്യമല്ല. ഈ ലോകത്ത് സംഭവിക്കുന്ന ഒന്നും യാദൃശ്യമല്ല. ഒരാളെ നാം കണ്ടുമുട്ടുന്നത്, ഒരു യോഗത്തിൽ നാം പങ്കെടുക്കുന്നത്, ഒരാൾ പറയുന്ന വാക്കുകൾ നാം കേട്ടുകൊണ്ടിരിക്കുന്നത്, ഏതെങ്കിലും കുടുംബത്തോടൊരു ബന്ധം വരുന്നത് ഒന്നും യാദൃശ്യമല്ല. അതിൻ്റെ എല്ലാം പിന്നിൽ ദൈവത്തിൻ്റെ ചില ഉദ്ദേശങ്ങളുണ്ട്. നിത്യനായ ദൈവം എല്ലാം ഭരിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നു. ഒനേസിമോസ് പൗലോസ്ലീഹ താമസിച്ച ആ സെല്ലിൽ, ആ ജയിൽ മുറിയിൽ ഇവനും ചെന്ന് ചേരുവാനിടയായി. പൗലോസ് എപ്പോഴും പ്രാർത്ഥനാനിരതനായിരിക്കുകയും കർത്താവിനെ സ്തുതിക്കുകയും ഒരു ദുഃഖവും തോന്നാതെ കാരാഗ്രഹത്തിലെ വാസത്തിൽ പ്രയാസങ്ങളൊന്നും കാണിക്കാതെ യാതൊരു പ്രയാസവുമില്ലാതെ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കുകയും മറ്റും ചെയ്യുന്നത് കണ്ടത് ഇവന് അത്ഭുതം തോന്നി. ഇതെങ്ങനെ സാധിക്കും? ഒരു കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ ഇങ്ങനെ സന്തോഷിക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? ഒരു പ്രയാസവുമില്ല. അവിടെയുള്ള ജയിലിൻ്റെ വാർഡന്മാരോടൊന്നും ഒരു എതിർപ്പുമില്ല, ആരോടും ചീത്തവാക്ക് പറയില്ല, എല്ലാവരും സൗമ്യമായിട്ട് പെരുമാറുന്നു. ഈ പൗലോസ്ലീഹയുടെ സ്വഭാവം അവനെ ആകർഷിച്ചു. അഥവാ പൗലോസ്ലീഹയുടെ ജീവിത സാക്ഷ്യം അവനെ ആകർഷിച്ചു. ജീവിത സാക്ഷ്യം അത് നാം പ്രത്യേകം കുറിക്കൊള്ളേണ്ട ഒരു വാക്യമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സാക്ഷ്യം മറ്റുള്ളവരെ ആകർഷിക്കും. നാം ജോലി ചെയ്യുന്നിടത്ത് നമ്മുടെ സ്വഭാവം, നാം പ്രവർത്തിക്കുന്നിടത്ത് നമ്മുടെ പെരുമാറ്റം, ഇതെല്ലാം അനേകരെ സ്വാധീനം ചെയ്യും, ഇൻഫ്ലുവൻസ് ചെയ്യും അനേകരെ. അതാണ് നമ്മുടെ സ്വഭാവത്തിലാണ് സാക്ഷ്യം ആദ്യമായി വരേണ്ടത്. സ്വഭാവത്തിൽ നമ്മുടെ പെരുമാറ്റം, നമ്മുടെ വീട്ടിൽ നമ്മുടെ ഭാര്യയോടുള്ള പെരുമാറ്റം, ഭർത്താവിനോടുള്ള പെരുമാറ്റം, മക്കളോടുള്ള പെരുമാറ്റം, മാതാപിതാക്കളുടെ പെരുമാറ്റം, അവിടെയെല്ലാം നാം തികച്ചും മാതൃകയായിരിക്കേണ്ടതാണ്. ക്രിസ്തീയ മാതൃക നാം പുലർത്തേണ്ടതാണ്. ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം വ്യർത്ഥമായി പോകും, നമ്മുടെ ജീവിതം പ്രയോജനശൂന്യമായി പോകും.
ജീവിതത്തിൽ സാക്ഷ്യം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജീവിതത്തിൽ സാക്ഷ്യം പറഞ്ഞില്ലെങ്കിലും വേണ്ടില്ല, ജീവിതത്തിൽ സാക്ഷ്യം വേണം. ജീവിതത്തിൽ സാക്ഷ്യം വേണം. എപ്പോഴും ഭാര്യയോട് കോപിക്കുന്ന മനുഷ്യൻ, എന്താ വേണ്ടാതനത്തിൻ്റെ പിറകെ പോകാൻ ഒരു മടിയുമില്ലാത്ത മോള് അല്ലെങ്കിൽ മോൻ, ഇങ്ങനെയൊക്കെയുള്ളവരൊക്കെ അവരുടെ ജീവിതത്തിൽ സാക്ഷ്യമില്ല. അവർ വേണമെങ്കിൽ യോഗത്തിന് വന്ന് സാക്ഷ്യം പറയും, വലിയ പ്രസംഗം പറയും, അല്ലെങ്കിൽ അതിൻ്റെ നല്ല പാട്ട് പാടിയും തരും. പക്ഷേ അതുകൊണ്ട് കാര്യമില്ല. അവരുടെ ജീവിത സാക്ഷ്യമാണ് പ്രധാനം. ജീവിത സാക്ഷ്യം. ഒനേസിമോസ് ഫിലേമോൻ്റെ ജീവിതത്തിൻ്റെ സാക്ഷ്യം കണ്ടു. ഒനേസിമോസ് പൗലോസിയുടെ ജീവിതത്തിൻ്റെ ഈ സാക്ഷ്യം കണ്ടു. ഇത് രണ്ടും കൂടി ആയപ്പോൾ ഒനേസിമോസിന് ഒരു ചിന്താക്കുഴപ്പം. ഞാൻ ചെയ്ത് തെറ്റിപ്പോയല്ലോ, ഞാൻ യജമാനിൻ്റെ അടുക്കൽ നിന്ന് രൂപ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നത് തെറ്റായിപ്പോയല്ലോ, ഒളിച്ചോടി പോകുന്നത് തെറ്റായിപ്പോയല്ലോ എന്നൊക്കെ ചില കുറ്റബോധം കുറേശ്ശെ വരുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് പൗലോസ് ലീഹ അവനോട് സംസാരിച്ചത്. പൗലോസ് ലീഹ ഒനേസിമോസിനോട് സംസാരിച്ച് വന്നപ്പോൾ പൗലോസ് ലീഹ അവൻ പൗലോസിയുടെ അനുഭവത്തോട് ചേർത്ത് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. നിൻ്റെ ജീവിതത്തിൽ നിനക്ക് വന്ന തെറ്റ് ഗുരുതരമാണ്, പക്ഷേ എന്നാലും യേശുക്രിസ്തു അതെല്ലാം ക്ഷമിച്ചു തരും. അവനെ യേശുക്രിസ്തു എന്ന് പറഞ്ഞാലൊന്നും മനസ്സിലാവുകയില്ല. ഈ അടിമ യുവാവിന് അത് മനസ്സിലാവുകയില്ല. പക്ഷേ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, യേശുക്രിസ്തു എല്ലാം ക്ഷമിച്ചു തരും. പറഞ്ഞു, ഞാൻ വലിയ ദൂഷകനായിരുന്നു, ഞാൻ ഉപദ്രവിയായിരുന്നു, ഞാൻ നിഷ്ഠൂരനായിരുന്നു, ഞാൻ സ്തേഫാനോസ് എന്ന് പറയുന്ന ഒരു സുവിശേഷകനെ ഞാൻ കല്ലെറിഞ്ഞ് കൊല്ലാൻ നേതൃത്വം കൊടുത്തവനായിരുന്നു. എങ്കിലും ക്രിസ്തു എനിക്ക് ക്ഷമിച്ചു തന്നു, എല്ലാം ക്ഷമിച്ചു തന്നു. വലിയൊരു കുറ്റമാണ് എനിക്ക് വന്നത്, ഒന്നല്ല അനേകം കുറ്റങ്ങൾ വന്നു, പക്ഷേ അതെല്ലാം കർത്താവ് ക്ഷമിച്ചു തന്നു. നിൻ്റെ കുറ്റവും കർത്താവ് ക്ഷമിച്ചു തരും, നിൻ്റെ പാപങ്ങളും കർത്താവ് ക്ഷമിച്ചു തരും. ക്രിസ്തു ജീവിക്കുന്നുണ്ട്, ക്രിസ്തു നിന്നെ സ്നേഹിക്കുന്നുണ്ട്. മോനെ, നീ മാനസാന്തരപ്പെടുക, ഞാൻ മാനസാന്തരപ്പെട്ടതുപോലെ നീ മാനസാന്തരപ്പെടുക. കുറേ കാര്യങ്ങളൊക്കെ പൗലോസ് ലീഹ പറഞ്ഞു കാണും. എന്തെല്ലാം പറഞ്ഞതെന്ന് വേദപുസ്തകം പറയുന്നില്ല. ഏതായാലും പൗലോസ് ലീഹ അവനോട് സംസാരിച്ചു, അവനെ കർത്താവിൻ്റെ വചനം കൊടുത്തു. തന്മൂലം ഈ ഒനേസിമോസ് മാനസാന്തരപ്പെട്ടു. സ്തോത്രം. ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് മാനസാന്തരം. നമ്മുടെ പുരാതന സഭകൾക്കൊന്നിനും മാനസാന്തരം എന്ന് പറയുന്ന വാക്ക് പോലും കേൾക്കാൻ ഇത്തിരി പ്രയാസമാണ്. മാനസാന്തരം അതുപോലെ പാവപ്പെട്ടവർക്കൊക്കെ ഉള്ളതല്ലേ, അത് പൊതു ക്രിസ്ത്യാനികൾക്കുള്ളതല്ലേ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്, ഇന്നുമുണ്ട്. മാനസാന്തരം എന്ന് പറയുന്നതിനെ പുച്ഛിക്കുന്ന ആളുകളുണ്ട്, മാനസാന്തരപ്പെട്ടവരെ കളിയാക്കുന്ന ആളുകളുണ്ട് ധാരാളം. പക്ഷേ നിങ്ങൾ ഓർക്കൂ, സത്യം മാനസാന്തരം എന്ന് പറയുന്നത് ഒരു വലിയ മഹാഭാഗ്യമാണ്. മഹാഭാഗ്യം ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ്. മനസ്സിൽ പരിവർത്തനം വരിക. നമുക്ക് പുറമേ പരിവർത്തനം ഉണ്ടാക്കാം. നമുക്ക് നല്ല ഷർട്ട് ധരിക്കാം, അല്ലെങ്കിൽ നല്ല സാരി ഉടുക്കാം, നമ്മുടെ തലമുടി ചീകി ഒതുക്കാം, മിനുക്കി വയ്ക്കാം, അല്ലെങ്കിൽ ശരീരത്തിൽ നമുക്ക് ഏതെങ്കിലും സുഗന്ധലേപനങ്ങൾ പുരട്ടാം, ഇതൊക്കെ ആകാം. പക്ഷേ അത് പുറമേ വരുത്താൻ പറ്റും. പക്ഷേ അകം മാറ്റം വരുത്താൻ നമുക്ക് ആർക്കും സാധ്യമല്ല. അകത്തെ ചീത്ത ചിന്തകൾ മാറ്റാൻ പറ്റുമോ? അകത്തെ അശുദ്ധ വികാരങ്ങൾ മാറ്റാൻ പറ്റുമോ? അകത്തെ വൈരാഗ്യം മാറ്റാൻ പറ്റുമോ? അകത്ത് വരുന്ന മുഷിച്ചിലോ ഇഷ്ടക്കുറവോ അല്ലെങ്കിൽ പകയോ വിദ്വേഷമോ മാറ്റാൻ പറ്റുമോ? ഉള്ളിൽ പിണക്കമുള്ളവരോട് പുറമേ വഞ്ചാര വാക്ക് പറയുകയും വളരെ സ്നേഹമായി പെരുമാറുകയും ചെയ്യുമെങ്കിൽ ഉള്ളിലുള്ള കയ്പ് മാറുന്നുണ്ടോ? പുറമേ മാറ്റം വരുത്താൻ, പക്ഷേ അകം മാറുകയില്ല. അകം മാറണം. അകമാണ് മാറേണ്ടത്. അതാണ് മാനസാന്തരം. മനസ്സിൻ്റെ ആന്തരം, മനസ്സിന് ആന്തരം വരിക, ആ മാറ്റം വരിക, മനപരിവർത്തനം. ഈ ഒനേസിമോസിന് കിട്ടിയ മഹാഭാഗ്യം അതാണ്. ഒനേസിമോസിന് അവന് ജയിലിൽ നിന്ന് മോചനം കിട്ടുന്ന സമയമായി. അവനോട് പൗലോസ് ലീഹ പറഞ്ഞു, മോനെ, നീ നിൻ്റെ യജമാൻ്റെ അടുക്കിലേക്ക് ചെല്ലണം, ഫിലിമോൻ്റെ അടുക്കിലേക്ക് ചെല്ലണം. അയ്യോ, അദ്ദേഹം എന്നെ കൊല്ലുകയില്ലേ, ഞാൻ പോയാൽ എന്നെ വെറുതെ വിടുമോ, ഞാൻ ഒളിച്ചോടി പോയി അടിമയല്ലേ? സാരമില്ല, നിനക്ക് ഞാനൊരു എഴുത്ത് തരാം, ഈ എഴുത്ത് കൊണ്ടുപോയി ഫിലിമോന് കൊടുത്താൽ മതി, അപ്പോൾ നിനക്ക് ആവശ്യമുള്ളതെല്ലാം അദ്ദേഹം ചെയ്തു തരും. ദൈവത്തിന് സ്തോത്രം. ആ ഫിലേമോന് വേണ്ടി പൗലോസ് ലീഹ എഴുതിയ എഴുത്ത്, ഫിലേമോന് വേണ്ടി എഴുതിയ എഴുത്ത്, ഫിലേമോനെ പൗലോസ് ലീഹ എഴുതിയ എഴുത്ത്, ഒനേസിമോസിൻ്റെ കാര്യം പറഞ്ഞ് എഴുതിയ എഴുത്ത്, ആ എഴുത്താണ് ഈ ഒരു ലേഖനം, ഒരു അധ്യായം മാത്രമുള്ള ലേഖനം, ഫിലേമോൻ എഴുതിയ ലേഖനം. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് കാര്യങ്ങൾ മനസ്സിലായി എനിക്ക് തോന്നുന്നു. കാരണം 2-3 പ്രാവശ്യം ഇതൊക്കെ ആവർത്തിച്ച് പറഞ്ഞതായതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഏതാണ്ട് കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റി കാണും. അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യ സഭയിലെ ഫിലേമോൻ എന്ന സമ്പന്നനായ ക്രിസ്ത്യാനിക്ക് തൻ്റെ വചനം കേട്ട് മാനസാന്തരപ്പെട്ട ഒനേസിമോസിന് വേണ്ടി ഒരു റെക്കമെൻഡേഷൻ ലെറ്റർ, ഒരു ശുപാർശ കത്ത് അയക്കുന്നതാണ് ഫിലേമോൻ എഴുതിയ ലേഖനം. ദൈവത്തിന് സ്തോത്രം. അതിൽ പറയുകയാണ്, അവൻ അല്പകാലം വേർവിട്ട് പോയത് അവൻ സദാകാലത്തേക്ക് നിനക്ക് ലഭിക്കേണ്ടതിനായിരിക്കും. അല്പകാലം വേർവിട്ട് പോയി, പക്ഷേ സദാകാലത്തേക്ക് നിനക്ക് ലഭിക്കുകയാണ്. അല്പകാലം അവൻ അടിമപ്പണിയിൽ നിന്ന് മാറി അവൻ വേറെ വഴിക്ക് പോയി, തെറ്റിപ്പോയി. പക്ഷേ
അതല്പകാലം, പക്ഷെ സദാകാലത്തേക്ക് നിനക്ക് ലഭിക്കും. സദാകാലത്തേക്കും, ഈ ഭൂമിയിൽ മാത്രമല്ല വരുന്ന ലോകത്തിലും അവിടെയും അവൻ വന്നു ചേരും. മരണശേഷമുള്ള നിത്യതയിലും അവൻ എത്തിച്ചേരും. സദാകാലത്തേക്കും എല്ലാ കാലത്തേക്കും അവൻ നിനക്ക് ലഭിക്കും. അവൻ നിൻ്റെ തുണയായിരിക്കും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അല്പകാലം വേർപെട്ടു പോയി. നമ്മിൽ പലരും നമ്മുടെ ആയുഷ്കാലത്തിൽ അല്പകാലം നമ്മിൽ പലരും ദൈവത്തിൽ നിന്ന് വേർപെട്ടു പോയവരാണ്. അല്പകാലമായിരിക്കും. ചില ചെറിയ ചെറിയ സംഭവങ്ങളായിരിക്കും, ചെറിയ ചില അനുഭവങ്ങളായിരിക്കും. ദൈവത്തിൽ നിന്ന് അകന്നുപോയി, ദൈവത്തോട് നാം വേർപെട്ടു പോയി. നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കും, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇന്ന് ചിന്തിച്ച് മനസ്സിലാക്കാൻ സാധിക്കും, ഞാൻ എത്ര കാലം ദൈവത്തോട് വേർപെട്ടു പോയി. ഞാൻ വേർപെട്ടു പോയി എന്ന് പറയുന്നതിൽ എന്താ, എൻ്റെ ജീവിതത്തിൽ അത് എങ്ങനെയാണ് അനുഭവമായിരിക്കുന്നത്? ഞാൻ വേർപെട്ട് പോയോ? പോയെങ്കിൽ എവിടെ, ഏതെല്ലാം കാര്യങ്ങളിൽ? ഓർത്ത് നോക്കാം. അപ്പോൾ കാണാൻ സാധിക്കും, ഭർത്താവിന് വിനയപ്പെടാതെ, അഹങ്കാരത്തോടെ ഭർത്താവിനോട് ധിക്കാരത്തോടെ സംസാരിച്ചത്, ഭാര്യയെ സ്നേഹിക്കാതെ ആ സാധുവിനെ മർദ്ദിച്ചത്, മദ്യവെച്ച് ലക്കിട്ട് നടന്നതും, ആ മദ്യവെച്ച് കൂത്താടി വന്ന സാധു സ്ത്രീയെ മർദ്ദിച്ചതും, വീട്ടിലെന്നും കലക്കമുണ്ടാക്കിയതും, മാതാപിതാക്കളെ നിരന്തരം വേദനിപ്പിച്ചുകൊണ്ടിരുന്നതും, അവർക്കെന്നും മനസ്സല്യം ഉണ്ടാക്കിയതും, മരുമകളെ ദുഃഖിപ്പിച്ചതും അവളെ വേദനിപ്പിച്ചതും, അമ്മായിയമ്മയെ വേദനിപ്പിച്ചതും, അമ്മായിയമ്മയെ ഹൃദയം നീറുന്ന വിധത്തിൽ ആക്കി അത്യന്തം വേദനാകരമായ അനുഭവത്തിൽ കൂടെ നയിച്ചതും, എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് നോക്കിയാൽ കാണാം. അല്പകാലം വേർപെട്ട് പോയി. നമ്മൾ എല്ലാവരും തന്നെ അങ്ങനെയാണ്. അപ്പം അനേക കാര്യങ്ങൾ. ഒരു മാനസാന്തരം കിട്ടുന്നവരുള്ള കാലങ്ങൾ എത്രയോ ഭയാനകമായിരുന്നു. മനുഷ്യത്വമില്ലാത്ത കാലങ്ങളായിരുന്നില്ലേ? മൃഗീയമായ സ്വഭാവമായിരുന്നില്ലേ? പുറത്തു പറയാൻ കൊള്ളാത്ത ജീവിതമായിരുന്നില്ലേ? ലജ്ജാകരമായ ജീവിതമായിരുന്നില്ലേ? അതെല്ലാം കർത്താവിൻ്റെ സന്നിധിയിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നത് ഒരിക്കൽ വായിച്ച് കേൾപ്പിക്കും. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളെല്ലാം റെക്കോർഡ് ചെയ്തിരിക്കുകയാണ്. അത് ഓട്ടോമാറ്റിക് റെക്കോർഡറാണ്, അത് സ്പോണ്ടേനിയസ് റെക്കോർഡറാണ്, അത് സ്വതവേ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളറിയുന്നില്ല, പക്ഷെ ഒരു ദിവസം നമ്മളറിയും. എല്ലാം വായിച്ച് കേൾപ്പിക്കും. പുസ്തകങ്ങൾ തുറക്കും, ഓരോരുത്തരുടെ പേരിലുള്ളതായി പുസ്തകങ്ങൾ തുറക്കും. പുസ്തകങ്ങൾ തുറന്ന് ഓരോരുത്തരുടെ പേരിൽ ഉള്ളത് വായിച്ച് കേൾപ്പിക്കും. അപ്പോൾ നാം പേർക്ക് അയ്യോ ഇതൊക്കെ എഴുതി വെച്ചിരിക്കുന്നോ, ഇത് അന്നുണ്ടായ കാര്യങ്ങൾ എത്രയോ പണ്ട് നാം പരിഭ്രമിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഇവിടെ വെച്ച് ആ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന പാവങ്ങളെല്ലാം മാഞ്ഞു കിട്ടണം. നമ്മെ പ്രതി ദൈവത്തിൻ്റെ സന്നിധിയിലുള്ളതായ ഓർമ്മയുടെ പുസ്തകത്തിൽ, സ്മരണയുടെ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നതെല്ലാം ഈ കാലത്ത്, ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് മാഞ്ഞു കിട്ടണം. മാഞ്ഞു കിട്ടിയില്ലെങ്കിലോ നാം നിത്യാഗ്നിയിലേക്ക് പോകും. പിന്നെ തിരുത്താനാവില്ല, പിന്നെ തിരിച്ചു വരാനാകില്ല, നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. ഇവിടെ വെച്ച് അത് മാഞ്ഞു കിട്ടണം. പുസ്തകത്തിലുള്ളത് എഴുതിയതെല്ലാം മാഞ്ഞു കിട്ടണം. അതെല്ലാം മായ്ക്കാനുള്ള ഏറ്റവും വലിയ അത്ഭുതകരമായ ഒരു സാധനമാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുരക്തം. ക്രിസ്തുവിൻ്റെ തിരുരക്തം ഒരു തുള്ളി വീണാൽ എല്ലാം മാഞ്ഞു പോകും. വന്നുപോയ പാവങ്ങളെല്ലാം മാഞ്ഞു പോകും. യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്തിൽ മാഞ്ഞു പോകാത്ത ഒരു പാവവുമില്ല. എല്ലാം എത്ര കൊടും ക്രൂരകൃത്യമായിക്കൊള്ളട്ടെ, കൊലപാതകമോ ഗർഭഛിദ്രമോ അതല്ലെങ്കിൽ അശുദ്ധ ജീവിതമോ ഏറ്റവും ഹീനമായ ജീവിത ബന്ധങ്ങളോ എന്തുമാകട്ടെ എല്ലാം ഇവിടെ വെച്ച് മാഞ്ഞു കിട്ടണം. അതിനെന്താണ് നാം ചെയ്യേണ്ടത്? നാം വളരെ ലളിതമായ കാര്യം, നമുക്ക് ഒരേ ഒരു കാര്യം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട്, എൻ്റെ പാപങ്ങൾ മാഞ്ഞു കിട്ടണമെന്നുള്ളത് ലക്ഷ്യം വെച്ചുകൊണ്ട് നിങ്ങൾ കർത്താവായ യേശുവിനെ നിങ്ങൾ വിളിക്കണം. കർത്താവെ, നീ എൻ്റെ രക്ഷകനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവെ, ഞാൻ പാപിയായ മനുഷ്യൻ ഞാൻ ഏറ്റുപറയുന്നു. എൻ്റെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ ഇതാ ഓരോന്നായി ഞാൻ തിരുമുമ്പാകെ ഞാൻ കൊണ്ടുവരുന്നു. എല്ലാ വിശദാംശങ്ങളും ഞാൻ ഏറ്റുപറയുന്നു. എൻ്റെ കർത്താവെ, എൻ്റെ ജീവിതത്തിൽ എഴുതാത്തത് പലത് സംഭവിച്ചു പോയി. ആവശ്യമില്ലാതെ ഞാൻ കോപിച്ച് ഞാൻ ഗർജിച്ചു പോയി. എൻ്റെ മക്കളെ ഞാൻ പിരാകിപ്പോയി. എൻ്റെ ഭർത്താവിനെ ഞാൻ ശപിച്ചു പോയി. എൻ്റെ ഭാര്യയെ ഞാൻ ദ്വേഷിച്ചു പോയി. എൻ്റെ കർത്താവെ, എൻ്റെ മാതാപിതാക്കളെ ഞാൻ ഒട്ടും അനുസരിച്ചിട്ടില്ല. കർത്താവെ, എൻ്റെ ജീവിതം മുഴുവൻ പാഴായിപ്പോയി. ഞാൻ ദൈവത്തിൻ്റെ വചനത്തിന് വില കൊടുത്തില്ല. ദൈവവചനം പറയുന്നവരെ ഞാൻ പരിഹസിച്ചു, കളിയാക്കുകയും ചെയ്തു. ഒന്നും ഞാൻ തിരിച്ചറിയാതെയാണ് ചെയ്തത്, പക്ഷേ ഇതെല്ലാം സംഭവിച്ചു പോയി. എൻ്റെ കർത്താവെ, നീ എന്നോട് കരുണ തോന്നി ഇതെല്ലാം എനിക്ക് ക്ഷമിച്ചു തരണമേ. ഈ പാപങ്ങളെല്ലാം എനിക്ക് ക്ഷമിച്ചു തരണമേ. കർത്താവെ, നീ അതിനായിട്ട് നീ എൻ്റെ രക്ഷകനായതുകൊണ്ട് നീ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നേൽി വരണമേ. എൻ്റെ പാപം പോക്കാനാണ് നീ കുരിശിൽ മരിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ പാപം നീ കുരിശിൽ വഹിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നീ പാവമില്ലാത്തവനാണ്. പാവമില്ലാത്ത യേശു പാപിയായി എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ തിരുരക്തം സകല പാവവും പോക്കി ശുദ്ധീകരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവെ, നീ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. ഇരുളടഞ്ഞ എൻ്റെ ഹൃദയത്തിലേക്ക്, അന്ധകാരം നിറഞ്ഞ എൻ്റെ ഹൃദയത്തിലേക്ക് യേശുവെ നീ എഴുന്നള്ളി വരണമേ. ഈ അന്ധകാരമുള്ള ഹൃദയത്തിലേക്ക് നിത്യപ്രകാശമായ യേശു വരുമ്പോൾ അന്ധകാരം താനേ മാറിപ്പോകും. എൻ്റെ പാപങ്ങളെല്ലാം താനേ വിട്ടുപോകും. ക്രിസ്തു വരുമ്പോൾ യേശുവേ, നീ ഇന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവത്തിന് സ്തോത്രം.
ആകാശത്തിലെ പർവ്വജാതിക്കാണെങ്കിൽ കൂടുണ്ട്, കുറുനിരിക്കാണെങ്കിൽ കുഴിയുണ്ട്, മനുഷ്യപുത്രനോ തലയായിപ്പാൻ ഇടമില്ല. കാട്ടിലെ കുറുനിരികൾക്ക് അവർക്ക് അതിനുള്ള മാളങ്ങൾ, കുഴിയുണ്ട്. പർവ്വജാതിക്ക് കൂടുണ്ട്. എന്നാൽ കർത്താവായ യേശുവിന് തലയായിപ്പാൻ ഇടമില്ല. എൻ്റെ ഹൃദയത്തിൽ ഇടമില്ല. ഇവിടെ കാട്ടിയാതിക്ക് താമസിക്കാനുള്ള ഇടമെല്ലാം ഉണ്ട്. സിംഹത്തിൻ്റെ വൈരാഗ്യവും പുലിയുടെ കോപവും കരടിയുടെ ക്രൂര സ്വഭാവവും എല്ലാം എൻ്റെ അകത്തുണ്ട്. കർത്താവേ, ഞാൻ മൂലം പലർക്കും നഷ്ടം വന്നിട്ടുണ്ട്. കർത്താവേ, ഇതെല്ലാം എൻ്റെ പേരിൽ കണക്കിട്ട് കിടക്കുകയാണ്. എൻ്റെ പേരിൽ നിന്ന് മായ്ച്ചു കളയണം. പ്രകാശം എൻ്റെ ഹൃദയത്തിൽ വന്ന് യേശുവെ ഈ അന്ധകാരം മുഴുവൻ മാറ്റണം. ഇങ്ങനെ നാം പ്രാർത്ഥിക്കുമ്പോൾ അപ്പോൾ യേശു ക്രിസ്തു ഹൃദയത്തിലേക്ക് വരും. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ അന്ധകാരമെല്ലാം മാറും, ഇരുളെല്ലാം മാറും. ഇരുൾ മാറിക്കഴിയുമ്പോൾ നമുക്ക് വലിയൊരു സമാധാനം കിട്ടും. അകത്തൊരു സമാധാനം. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടുന്നു. എന്തൊരു ഭാഗ്യം! ലംഘനം ക്ഷമിച്ചു കിട്ടുന്നു, പാപം മറച്ചു തരുന്നു. പാവമുണ്ട്, പക്ഷേ കർത്താവിൻ്റെ രക്തം വന്നങ്ങ് പൊതിഞ്ഞു തരുന്നു. എൻ്റെ ഹൃദയത്തിൽ പാപമുണ്ട്, പ്രവൃത്തിയിലെ പാപം കർത്താവ് ക്ഷമിച്ചു, ശരിയാണ്. പക്ഷേ ഇപ്പോൾ ഹൃദയത്തിൽ ഇപ്പോഴും പാപമുണ്ട്, അതിൻ്റെ അടിവേരുകൾ ഇപ്പോഴും ഉണ്ട്. എൻ്റെ ഹൃദയത്തിലുള്ളതായ പാപത്തിൻ്റെ അടിവേരുകളെയെല്ലാം കർത്താവിൻ്റെ തിരക്തം വന്നങ്ങ് പൊതിഞ്ഞു തരുന്നു. ആരും നോക്കിയാൽ കാണില്ല, പിശാച് നോക്കിയാലും കാണില്ല. പിശാച് നോക്കിയാലും കാണാത്ത വിധത്തിൽ കർത്താവ് പൊതിഞ്ഞു തരുന്നു. ദൈവത്തിന് സ്തോത്രം. ലംഘനം ക്ഷമിച്ചും പാവം മറച്ചും കിട്ടിയാൽ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ളതായ അനുതാപത്തോടുകൂടി പ്രാർത്ഥിക്കുമ്പോഴാണ് ഈ പാവം മാറുന്നത്, മാനസാന്തരം ലഭിക്കുന്നത്. മാനസാന്തരം, പ്രിയപ്പെട്ടവരെ, ഒനേസിമോസിന് മാനസാന്തരം കിട്ടി. അപ്പോസ്തലനായ പൗലോസിൻ്റെ വചനം കേട്ട് മാനസാന്തരം വന്നു ഒനേസിമോസിന്. ഒനേസിമോസ് അല്പകാലം വേറിട്ട് പോയി. അല്പകാലം, അവൻ്റെ ജീവിതത്തിലൊരു ചെറിയ കാലമാണ് അവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞത്. ചുരുങ്ങിയ കാലം. അവൻ യുവാവാകുന്നേ ഉള്ളൂ. ഈ യൗവനത്തിൻ്റെ ആരംഭകാലത്ത് തന്നെ അവൻ വലിയ തെറ്റുകളിൽ കുടുങ്ങിപ്പോയി പാവം. എന്നാൽ അവൻ പറയുകയാണ്, സാരമില്ല, നീ ഉള്ളതുപോലെ നീ ഏറ്റുപറഞ്ഞ് നീ ഫിലമോൻ്റെ അടുക്കൽ ചെന്ന് നീ മാപ്പ് ചോദിച്ചാൽ ഫിലമോൻ ക്ഷമിക്കും. കാരണം നീ ലെറ്റർ കൊടുത്താൽ മതി. ഈ ലെറ്റർ ഞാൻ തന്നയക്കുന്ന എഴുത്ത് കൊടുത്താൽ മതി. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പിതാവായ ദൈവത്തിന് മുമ്പിൽ നമുക്ക് പ്രവേശനമില്ല. നിത്യപ്രകാശമായ നിത്യനായ ദൈവത്തിന് മുമ്പിൽ നമുക്ക് പ്രവേശനമില്ല. കാരണം നാം പാപികളാണ്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ തിരുരക്തത്തിൻ്റെ എഴുത്ത് അതുമായി ചെന്നാൽ പിതാവ് നമ്മെ സ്വീകരിക്കും. സ്തോത്രം. വേറൊരു പോംവഴിയുമില്ല. താൻ മുഖാന്തരമായി ദൈവത്തെ അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നതിനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാനും പ്രാപ്തനാകുന്നു. ക്രിസ്തുവിൻ്റെ രക്തം, ആ തിരുരക്തത്തിൽ ആശ്രയിച്ചുകൊണ്ട്, കർത്താവേ, നിൻ്റെ തിരുരക്തം എൻ്റെ സകല പാവക്കറകളും കഴുകി ഞാൻ വിശ്വസിക്കുന്നു. യേശുവേ, ഇനിമേൽ ഞാൻ പാപം ചെയ്യുകയില്ല. ഇതാ വന്നു എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ചെന്നാൽ എല്ലാം ക്ഷമിക്കും, എല്ലാം മായ്ച്ചു തരും, എല്ലാം മറച്ചു തരും. ദൈവത്തിന് സ്തോത്രം. ഫിലമോൻ്റെ അടുക്കലേക്ക് എഴുത്തുമായി ചെന്ന ഒനേസിമോസിന് ഒന്നും പ്രത്യേകിച്ച് പറയേണ്ടി വന്നില്ല. പറയേണ്ടതെല്ലാം പൗലോസിയ പറഞ്ഞു. അതാണ് പറഞ്ഞത്. അല്പകാലം വേറിട്ട് പോയത് അവനെ സദാകാലത്തേക്ക് നിനക്ക് ലഭിക്കേണ്ടതിനായിരിക്കും. സദാകാലത്തേക്ക് നിനക്ക് ലഭിക്കും. സദാകാലത്തേക്കും നിത്യതയോളം അവൻ സൗഹൃദം നിനക്ക് ലഭിക്കും. നിത്യതയോളം അവൻ്റെ സ്നേഹം നിനക്ക് ലഭിക്കും. സദാകാലത്തേക്ക് നിനക്ക് ലഭിക്കും. ദൈവത്തിന് സ്തോത്രം. അല്പകാലം വേറിട്ട് പോയി, സദാകാലത്തേക്ക് നിനക്ക് ലഭിക്കും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ സദാകാലത്തേക്കുമുള്ള അനുഗ്രഹം പ്രാപിക്കാനുള്ള ഏറ്റവും അത്ഭുതകരമായ ഒരു ലളിതമായ കുറുക്കുവഴിയാണ് വേറെ ഒന്നുമല്ല, കർത്താവായ യേശുക്രിസ്തുവിനെ സ്വീകരിക്കുക എന്നുള്ളത്. വളരെ ലളിതം, വളരെ ലളിതം, വേറൊന്നും വേണ്ട. അപ്പോൾ നിങ്ങൾ പലരും പറയും, എൻ്റെ സാറ് ഞാൻ കർത്താവിനെ സ്വീകരിച്ചിട്ടുണ്ടല്ലോ, ഞാൻ യേശുവിനെ വിളിച്ചാണ് പ്രാർത്ഥിക്കുന്നത്, ഞാൻ പള്ളിയിൽ പോകുന്നുണ്ടല്ലോ, ഞാൻ നമസ്കാരം ചൊല്ലുന്നുണ്ട്, ഞാൻ കുമ്പസാരിക്കുന്നുണ്ട്, കുർബാന കൊള്ളുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നടക്കുന്നതെല്ലാം പല ചടങ്ങുകളാണ്. ചടങ്ങുകൾ നടത്തിക്കൊണ്ട് പ്രയോജനമില്ല. ചടങ്ങുകൾ, ആചാരങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് പ്രയോജനമില്ല. അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് വരണം, ഹൃദയത്തിൽ നിന്ന് വരണം. ഈ ആചാരാനുഷ്ഠാനങ്ങളെല്ലാം അർത്ഥവത്താകുന്ന എപ്പോഴാണ്? അതിൻ്റെ അർത്ഥം നാം ഗ്രഹിച്ചത് അനുഷ്ഠിക്കുമ്പോഴാണ്. അർത്ഥം ഗ്രഹിക്കണം. അർത്ഥം ഗ്രഹിക്കുമ്പോൾ വിശുദ്ധ കുർബാന അനുഗ്രഹപ്രദമാണ്. അർത്ഥം ഗ്രഹിക്കുമ്പോൾ വിശുദ്ധ കുമ്പസാരം അനുഗ്രഹപ്രദമാണ്. അർത്ഥം ഗ്രഹിക്കുമ്പോൾ രോഗിയുടെ തൈലാഭിഷേകം അനുഗ്രഹപ്രദമാണ്. അർത്ഥം ഗ്രഹിക്കുമ്പോൾ നമ്മുടെ കൂദാശകളിലെ അനുഗ്രഹപ്രദമാണ്. ഇതെല്ലാം അനുഗ്രഹപ്രദമാണ് അർത്ഥം ഗ്രഹിക്കുമ്പോൾ. അർത്ഥം ഗ്രഹിച്ചില്ലെങ്കിലോ ഒരു പ്രയോജനവും കിട്ടുകയില്ല. അർത്ഥം ഗ്രഹിക്കാതെ നാം പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനകളെങ്ങനെ ചൊല്ലി തികച്ചു എന്നുള്ളത് ഒരു പ്രയോജനമില്ല. എന്താ പ്രാർത്ഥിച്ചെന്ന് അറിയുന്നില്ല. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിൻ്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ, നാം ഓടിച്ചങ്ങ് ചൊല്ലും. എന്താണ് എൻ്റെ അർത്ഥം? ഈ പാവിയായ എന്നിൽ കൂടി നിൻ്റെ നാമം ഈ ഭൂമിയിൽ മഹത്വീകരിക്കപ്പെടണമേ, അതാണ് എൻ്റെ അർത്ഥം. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പ്രാർത്ഥിക്കുന്നു. ഏത് കടക്കാരോട് ക്ഷമിച്ചത്? ഇന്ന് അമ്മായിയമ്മയും മരുമോളും തമ്മിൽ വഴക്കും ഇഷ്ടക്കുറവും. ക്ഷമിച്ചിട്ടില്ല. അമ്മായിയമ്മ മോളോട് ക്ഷമിച്ചിട്ടില്ല, മോൾ അമ്മായിയമ്മയോട് ക്ഷമിച്ചിട്ടില്ല. ഇന്ന് അപ്പനും മോനും തമ്മിൽ വഴക്ക്. എന്ത്? ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ എന്ന് പറയുന്നത് വെറും അർത്ഥശൂന്യമായ വാക്കാണ്. കടക്കാരോട് ക്ഷമിച്ചിട്ടില്ല.
നമ്മുടെ കടക്കാരോട് നാം ക്ഷമിക്കാതെ കർത്താവ് നമ്മുടെ പാവങ്ങളെ എങ്ങനെ ക്ഷമിക്കും? അനേകം ഇതൊന്നും ഓർത്തുകൊണ്ടല്ല, അർത്ഥം ഗ്രഹിച്ച് നാം പ്രാർത്ഥിക്കണം. അർത്ഥം ഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. അത്യുന്നതിൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. അത്യുന്നതിൻ്റെ മറവിൽ വസിക്കുക. നിങ്ങളെന്താ ധരിച്ചത്? ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. 91 മാസം മുറ ചൊല്ലുന്നു. എന്താ അർത്ഥം മനസ്സിലാക്കിയില്ല. അത്യുന്നതനായ ദൈവത്തിൻ്റെ മറവിലാണ് ഞാൻ വസിക്കുന്നത്. അവൻ്റെ ചെറിയൻ്റെ നിഴലിൻ കീഴിലാണ് ഞാൻ ആശ്രയിച്ച് നിൽക്കുന്നത്. അങ്ങനെയാണോ? അല്ലല്ലോ. ഇന്നും നിൻ്റെ ആശ്രയം പണത്തിലാണ്, സമ്പന്നതയിലാണ്, നിൻ്റെ സ്വന്തം ശക്തിയിലാണ്, സ്വന്തം കഴിവിലാണ്, സ്വന്തം പ്രാപ്തിയിലാണ്. ദൈവത്തിൻ്റെ ചെറിയ കീഴിലേക്ക് വന്നിട്ടില്ല. ദൈവത്തിൻ്റെ കരുണയുടെ ചെറിയ കീഴിലേക്ക് വന്നിട്ടില്ല. വെറുതെ പ്രാർത്ഥിക്കുകയാണ്, ചൊല്ലിക്കൊണ്ടിരിക്കുക. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. പരിശുദ്ധനായ ദൈവത്തെ നാം ഈ അശുദ്ധമായ നാവ് കൊണ്ട് നീ പരിശുദ്ധനാന്ന് പറഞ്ഞാൽ എന്ത് പറയാനും? എൻ്റെ നാവ് വിശുദ്ധമാകണം. പ്രാഗിയ നാവ്, ചീത്ത വാക്ക് പറഞ്ഞ നാവ്, കോപിച്ചറിയ നാവ്, മറ്റുള്ളവരെ വേദനിപ്പിച്ച നാവ്, കുത്തുവാക്കുകൾ പറഞ്ഞ നാവ്, പരിഹാസത്തിൽ സംസാരിച്ച നാവ്, ഈ നാവിന് മാറ്റം വരണം. അല്ലാതെ ദൈവമേ നീ പരിശുദ്ധനാവെന്ന് പറഞ്ഞിട്ട് പറഞ്ഞതുകൊണ്ടുള്ള പ്രയോജനമില്ല. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ജീവിതത്തിൽ ആകമാനമുള്ളൊരു മാറ്റം വരാൻ നിങ്ങൾ ആഗ്രഹിക്കും. അല്പകാലം വേറെ വിട്ടുപോയി, അല്പകാലം. പക്ഷേ സദാകാലത്തേക്കും ദൈവത്തിൻ്റെ മക്കൾക്കും ലഭിക്കും തന്നെ, സദാകാലത്തേക്കും. ഇന്ന് ഈ വാക്കുകളെ കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം തീരുമാനിക്കാൻ പറ്റുമോ? കർത്താവെ, കുറേ കാലം ഞാൻ ദൈവത്തെ അറിയാതെ ജീവിച്ചു പോയി. പുറമേ പള്ളി നമസ്കാരമൊക്കെ ഉണ്ട്, പക്ഷേ ഞാൻ ദൈവത്തെ അറിഞ്ഞില്ല. കർത്താവെ, ഞാൻ ഒരു ദിവസം ഈ ദൈവത്തിന് മുമ്പാകെ ചെന്ന് നിൽക്കേണ്ടി വരുമെന്ന് ഞാൻ അറിഞ്ഞില്ല. ഒരു ദിവസം ദൈവത്തിന് മുമ്പാകെന്ന് ഞാൻ നിലവിളിക്കേണ്ടി വരുമെന്ന് ഞാൻ അറിഞ്ഞില്ല. തീരാത്ത യാതനയിലേക്കും ഒടുങ്ങാത്ത ദൈവകോപത്തിലേക്കും ഞാൻ തള്ളപ്പെടുമെന്ന് ഞാൻ അറിഞ്ഞില്ല. കർത്താവെ, ചാകാത്ത മുഴുവൻ കെടാത്ത തീയുമുള്ള നരകാഗ്നിയിലേക്ക് ഞാൻ തള്ളപ്പെടുമെന്ന് ഞാൻ അറിഞ്ഞില്ല. കർത്താവെ, ഞാൻ ചിന്തിച്ചില്ല. ദൈവത്തിന് സ്തോത്രം. അല്പകാലം, ഈ അല്പകാലം വേറോട്ട് പോയി, സദാകാലത്തേക്ക് നിങ്ങൾക്ക് ലഭിക്കും. പ്രിയപ്പെട്ടവർ, ഇന്ന് നിങ്ങൾ തീരുമാനിക്കണം, കർത്താവെ, ഇത്രയും കാലം എല്ലാം പാഴായി പോയല്ലോ. അഭിമാനിക്കാനൊന്നും വകയില്ലല്ലോ. അഭിമാനിക്കാനൊന്നും ഒരു വകയുമില്ല. ദൈവത്തിന് സ്തോത്രം. അഭിമാനിക്കാനൊരു വകയുമില്ല. പ്രിയപ്പെട്ടവർ, എങ്ങനെയല്ലേ? നിങ്ങൾക്ക് മനസ്സിലാകുമോ? പുറമേ പാവമൊന്നും ചെയ്തിട്ടില്ല, മദ്യപാനം ചെയ്തില്ല, അല്ലെങ്കിൽ വൃത്തിയായിട്ട് ജീവിതം നയിച്ചില്ല, ആരോടും വഴക്കടിക്കാൻ പോയില്ല, ആരുടെയും പൈസ വേണമെന്ന് ആഗ്രഹിച്ചില്ല, ദുരാഗ്രഹങ്ങളൊന്നും ഉണ്ടായില്ല. ശരിയാ, കുഴപ്പമില്ല. പ്രാർത്ഥനയുണ്ട്, നമസ്കാരമുണ്ട്, പള്ളിയിൽ പോകുന്നു, എല്ലാം. ഞാൻ അങ്ങനെയായിരുന്നു. പുറമേ ഭാവത്തിനൊന്നും പോയിട്ടില്ല. വളരെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറയേണ്ട ഒരു കാര്യമാണ്. പുറമേ വേണ്ടാതിനൊന്നും പോയില്ല. ഒരു അരുതാത്ത കൂട്ടുകെട്ടിനും പോയില്ല. ചീത്തത്തരമൊന്നും പഠിച്ചുമില്ല. അങ്ങനെയുള്ള കൂട്ടുകാരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ വേണ്ടാതിനൊന്നും പഠിച്ചുമില്ല. എന്തിനാ ഇപ്പോൾ ഈ പിള്ളേർ പറയുന്ന ചില സ്വയംഭോഗം എന്നൊക്കെ പറയുന്ന കാര്യങ്ങളുടെ മാസ്റ്റർബേഷൻ, അതൊന്നും എന്താണെന്ന് എനിക്ക് അറിയാൻ വയ്യായിരുന്നു. എന്താണെന്ന് അറിയാൻ വയ്യായിരുന്നു. എന്നാൽ എൻ്റെ ഹൃദയം മുഴുവൻ അഹങ്കാരമായിരുന്നു. ഹൃദയം മുഴുവൻ തിന്മയായിരുന്നു. ഹൃദയത്തിൽ നല്ല വഴക്കുണ്ടായിരുന്നു ചിലരോട്, നല്ല വൈരാഗ്യം ഉണ്ടായിരുന്നു ചിലരോട്. വൈരാഗ്യം പോക്കാൻ കഴിവില്ലാത്തതുകൊണ്ട് പോക്കിയില്ല. പക പോക്കാൻ വിവാഹമില്ലാത്തതുകൊണ്ട് പോക്കിയില്ല. എനിക്ക് പ്രതികാരം ചെയ്യാൻ കഴിവില്ലാത്തതുകൊണ്ട് പ്രതികാരം ചെയ്തില്ല. കഴിവുണ്ടായിരുന്നു ചെയ്തു പോയതിന്. കാരണം ഞാൻ ഒരു പാവ മനുഷ്യനായതുകൊണ്ട് എനിക്ക് എന്നെ ഏതെങ്കിലും തരത്തിൽ വേദനിപ്പിച്ചവരോട് പ്രതികാരം ചെയ്യാൻ കഴിവുണ്ടായിരുന്നില്ല. പക്ഷേ അകത്ത് പ്രതികാര വാഞ്ചയുണ്ട്, അകത്ത് കോപമുണ്ട്, അകത്ത് വാശിയുണ്ട്, അകത്ത് ദുശാഠ്യമുണ്ട്, അകത്ത് ഹൃദയത്തിൽ നിറഞ്ഞ അഹങ്കാരമുണ്ട്. ഇങ്ങനെയെല്ലാം ആയിരുന്നു ഞാൻ. പക്ഷേ അങ്ങനെയുള്ള എനിക്കും മാനസാന്തരം ആവശ്യമായിരുന്നു. എനിക്ക് മാനസാന്തരം വേണമായിരുന്നു. ഞാൻ മാനസാന്തരപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ഹൃദയം കർത്താവിന് കൊടുത്തു. അത് 17ാമത്തെ വയസ്സിലാണ്. 17ാമത്തെ വയസ്സിൽ അന്ന് ഞാൻ ഇതുപോലെ വചനം കേട്ടുകൊണ്ടിരുന്നു. വചനം പറഞ്ഞുകൊണ്ടിരുന്ന ദേവദാസൻ അദ്ദേഹം പറഞ്ഞ വാക്കുകളുടെ ഹൃദയത്തിൽ തറഞ്ഞു കയറി. അന്ന് ഞാൻ തീരുമാനിച്ചു, കർത്താവ്, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. വ്യക്തമായിരുന്നു, വളരെ കൃത്യമായിരുന്നു. ആരോടും ആലോചന ചോദിക്കേണ്ടി വന്നില്ല. കർത്താവ്, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. കർത്താവ്, നീ എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു, ഞാൻ വിശ്വസിക്കുന്നു. ഇന്നു മുതൽ ഞാൻ നിനക്കായി ജീവിക്കും. 17ാമത്തെ വയസ്സിൽ തുടങ്ങിയ ദൈവവേല കൃപയാൽ തുടർന്നുകൊണ്ടിരിക്കാൻ കർത്താവ് കൃപ തന്നു. ദൈവത്തിന് സ്തോത്രം. ഈ കാലം അത്രയും എന്തുമാത്രം ആക്ഷേപങ്ങൾ നേരിട്ടു, എന്തുമാത്രം പരിഹാസങ്ങൾ നേരിട്ടു, എന്തുമാത്രം കളിയാക്കലുകൾ നേരിട്ടു, ഏതെല്ലാം തരത്തിലുള്ള ഉപദ്രവങ്ങൾ നേരിട്ടു, ആരെല്ലാം തെറ്റിദ്ധരിച്ചു, എന്തെല്ലാം കിംവദന്തികൾ പറഞ്ഞു വരുത്തി, എല്ലാം ദൈവത്തിന് സ്തോത്രം. സഭയ്ക്ക് ഇതരനാണെന്ന് പോലും ചിലർ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സഭയ്ക്ക് കൊള്ളാകുന്നതല്ല എന്ന് പോലും പറഞ്ഞു. പക്ഷേ ഞാൻ എൻ്റെ മാതൃസഭ വിട്ടെങ്ങും പോവുകയുമില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇടവപ്പള്ളി വിട്ടെങ്ങും പോവുകയില്ല. അതൊക്കെ വളരെ കൃത്യമായ ചില പ്രതിഷ്ഠകളാണ്, ചില തീരുമാനങ്ങളാണ്. പക്ഷേ ഇടവക മാറാതെ, സഭ മാറാതെ, സമുദായം മാറാതെ ക്രിസ്തുവിൻ്റെ വിശുദ്ധനായി തീരാം എന്ന് ഒന്ന്
തെളിയിക്കണമെന്നുള്ളൊരു ചലഞ്ച് ഞാൻ ഏറ്റെടുക്കുകയായിരുന്നു. ഇറ്റ് വാസ് എ ചലഞ്ച്. സ്തോത്രം. സഭ മാറാതെ, സമുദായം മാറാതെ, കക്ഷി മാറാതെ ഒരാൾക്ക് ഒരു വിശുദ്ധനായി ജീവിക്കാൻ സാധിക്കും ഈ ഭൂമിയിൽ എന്ന് എൻ്റെ ജീവിതം കൊണ്ട് തെളിയിക്കണമെന്നുള്ളതായ ഒരു വാഞ്ച എൻ്റെ ഹൃദയത്തിൽ വന്നു. സ്തോത്രം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ആരെയും പേടിയില്ലാത്തത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വ്യക്തമായി തീരുമാനമെടുക്കാം. അല്പകാലം വേറോട്ട് പോയി സദാകാലത്തേക്ക് ലഭിക്കും. നിങ്ങൾ ഇത്രയും കാലം വേറോട്ട് പോയാലായിരിക്കാം. ഇന്ന് നിങ്ങൾ ക്രിസ്തുവിന് ലഭിക്കണം, ക്രിസ്തുവിന് നിങ്ങളെ കിട്ടണം. ക്രിസ്തുവിൻ്റെ മുമ്പിൽ കെഞ്ചി നിൽക്കുകയാണ്, യാചിച്ച് നിൽക്കുകയാണ്. മകളെ, നിന്നെ എനിക്ക് വേണം, മകനെ നിന്നെ എനിക്ക് വേണം. നിന്നെ അഴിച്ചുവിടുന്നത് എനിക്ക് ആവശ്യമുള്ളത് കൊണ്ടാണ്. നിനക്ക് ഈ വചനം തരുന്നത് എനിക്ക് നിന്നെക്കൊണ്ട് ആവശ്യമുള്ളത് കൊണ്ടാണ്. നിന്നിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ എനിക്ക് നിവർത്തിക്കാനുണ്ട്. നീ ഒരാളിൽ നിന്നുകൊണ്ട് ചിലരെ രക്ഷിക്കാനുണ്ട്. നീ ഒരാളിൽ നിന്നുകൊണ്ട് ഒരു കുടുംബത്തെ രക്ഷിക്കാനുണ്ട്. നീ ഒരാളിൽ നിന്നുകൊണ്ട് നിന്റെ മക്കളുടെ മക്കളെയും രക്ഷിക്കാനുണ്ട്. നിന്നിൽ നിന്നുകൊണ്ട് ചില അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനുണ്ട്. കുഞ്ഞെ, നീ നിന്റെ ഹൃദയം എനിക്ക് തരുമോ? ഇതാണ് കർത്താവ് ചോദിക്കുന്നത്. നിങ്ങൾ എന്ത് പറയുന്നു? ക്രിസ്തുവിന് വേണ്ടി ജീവിതം കൊടുക്കുക. ദൈവത്തിന് സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് സമർപ്പിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീത നിമിഷങ്ങൾക്കായി ഞങ്ങൾ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഈ മക്കളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. ഓരോരുത്തരും സാത്താൻ്റെ ബന്ധത്തിൽ മോചനം പ്രാപിച്ച് സത്യസ്വാതന്ത്ര്യം ലഭിച്ചവരായി ഇതിനെ സ്തുതിപ്പാൻ എല്ലാവർക്കും ഭാഗ്യം നൽകണമേ കർത്താവേ. അവിടുത്തെ രണ്ടാമത്തെ വരവിൽ പറന്നു വരുന്ന വിശുദ്ധന്മാരുടെ നിരയിൽ നിൽപ്പാൻ എല്ലാവർക്കും ക്രമം തരണമേ. എല്ലാ നന്മകളാൽ ഞങ്ങൾ നിറയ്ക്കണമേ. യേശുക്രിസ്തുവിൻ്റെ മഹത്വപൂർണ്ണമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കുറയോടെ കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ.